നമസ്കാരം, ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് CBSEയുടെ എക്സാം ആണ് ഇനി അടുത്ത് വരുന്ന മലയാളം എക്സാം 10ാം ക്ലാസ്സിന്റെ. അപ്പൊ അതിൽ പാർട്ട് എയും ബിയുമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വരിക. ഒന്നുകിൽ പാർട്ട് എയിൽ എഴുതി തുടങ്ങുക, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ നിന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി തുടങ്ങുക. അപ്പൊ പാർട്ട് എയിൽ ആണ് തുടങ്ങുന്നതെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയതിനു ശേഷം മാത്രമേ പാർട്ട് ബിയിലേക്ക് പോകാവൂ. അപ്പൊ നമുക്ക് അറിയാലോ, പാർട്ട് എയിൽ 2 പാരഗ്രാഫ് തന്നിട്ട് അതിലൊന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചോദ്യങ്ങൾ വായിക്കുക, എന്നിട്ട് പാരഗ്രാഫ് വായിക്കുക. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അല്ല വെറുതെ പാരഗ്രാഫ് വായിച്ചിട്ട് കാര്യമില്ല. ചോദ്യം വായിച്ചതിന് ശേഷം പാരഗ്രാഫ് വായിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ പറ്റും. വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലെ 10 എണ്ണത്തിൽ 7 എണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി. ഇതിന്റെ ഉത്തരവും കൂൾ ഓഫ് ടൈമിൽ കണ്ടെത്തി വയ്ക്കുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാനുള്ള ഒരു ക്രമീകരണത്തിന് നല്ലതായിരിക്കും. ആദ്യത്തെ 7 എണ്ണം നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത 3 എണ്ണം വായിക്കാനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. 7 എണ്ണം എഴുതിയാൽ മതിയല്ലോ. അപ്പൊ സമയം ലാഭിക്കാം. ഇനി 4ാമത്തേതും MCQ ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങളിൽ 18 എണ്ണത്തിന് ഉത്തരം എഴുതണം. അപ്പൊ ഇതും നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി അതിന്റെ ഉത്തരം ഏതാണ് നമുക്ക് എഴുതാൻ ഏറ്റവും എളുപ്പമുള്ളതെന്നുള്ളത് ആ കൂൾ ഓഫ് ടൈമിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന സമയം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ഇത്രയും വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ്. ഇനി സെക്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ വ്യാകരണമാണ്. അപ്പൊ അതിൽ ഓരോ വിഭാഗത്തിനുള്ള മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സമയം ചെലവഴിക്കാതെ ഇതിന്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കണം. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാൻ 3 എണ്ണം ചോദിക്കും, 2 എണ്ണം ഉത്തരം എഴുതിയാൽ മതി. പൊതുവെ നമുക്ക് ശൈലികളൊക്കെയാണ് വാക്യത്തിൽ പ്രയോഗിക്കാൻ ചോദിക്കുക. അബദ്ധത്തിൽ ചാടുക, കുഴിയിൽ ചാടുക, ഇങ്ങനെയൊക്കെയുള്ള. കുഴിയിൽ ചാടുക എന്നുള്ളത് അബദ്ധത്തിൽ ചാടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തല വലിക്കുക എന്നുള്ളത് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശൈലികളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ പുസ്തകത്തിലുള്ള വാക്യങ്ങൾ അതുപോലെ എഴുതാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് അതിന്റെ ഉത്തരം അറിയാവുന്ന രീതിയിൽ നമ്മൾ മറ്റൊരു സെന്റൻസ് ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ഉപന്യാസത്തിലേക്ക് പോകും. ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം തന്നെ അതിനൊരു ഹെഡിങ് കൊടുക്കണം. അപ്പൊ ഏത് ഉപന്യാസമാണ് എഴുതേണ്ടതെന്ന് ശ്രദ്ധയോടെ ആദ്യമേ തീരുമാനിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റുന്ന വിഷയം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. 1.5 പുറത്തിലാണ് എഴുതേണ്ടത്. 3-4 പാരഗ്രാഫിൽ കൂടാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആണ്. 2ാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ 2ാമത്തെ പാരഗ്രാഫിൽ സൂചിപ്പിക്കണം. അത് കൃത്യമായി ആ ഒരു അടുക്കോടും ചിട്ടയോടും അത് എഴുതുക. നിങ്ങൾക്ക് സബ് ഹെഡിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാനും മറക്കരുത്. 3ാമത്തെ പാരഗ്രാഫിൽ തന്ന വിഷയത്തെ നമ്മളൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. 4ാമതൊരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യുക, ഉപസംഹരിക്കുന്ന രീതിയിലാണ് എഴുതേണ്ടത്. 2-3 സെന്റൻസ് മതി ലാസ്റ്റ് പാരഗ്രാഫിൽ. ഇനി കത്ത് എഴുതുമ്പോൾ 75ഓളം വാക്കുകളാണ് കത്ത് എഴുതേണ്ടത്. കത്തിന്റെ ഫോർമാറ്റ് തെറ്റാതെ എഴുതണം. അപ്പൊ അത് ഫോർമൽ ലെറ്റർ ആണോ ഇൻഫോർമൽ ആണോ നോക്കിയിട്ട് അതിന്റെ വിലാസം തെറ്റാതെ, അതായത് ഫോർമാറ്റ് ഒരിക്കലും തെറ്റരുത്. അപ്പൊ ഒഫീഷ്യൽ ലെറ്റർ ആണ് പതിവായിട്ട് ചോദിക്കാറുള്ളത്. ഇൻട്രൊഡക്ഷൻ 2 വാക്യത്തിൽ എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ്, എന്റെ ആവശ്യം ഇന്നതാണെന്ന് എഴുതാം. അപ്പൊ എന്തിനാണ് കത്ത് എഴുതുന്നത്, ഞാൻ ആരാണെന്ന് പറയാനാണ് ആ ഒരു 2 വാക്യങ്ങൾ. പിന്നെ 2ാമത്തെ പാരഗ്രാഫിൽ 4-5 വാക്യത്തിൽ ഈ കത്തിന്റെ കണ്ടന്റ് അവതരിപ്പിക്കണം. 3ാമത്തെ ഖണ്ഡികയില് 3ാമത്തെ പാരഗ്രാഫിൽ 1-2 വാക്യം മതി. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അതിൽ വരരുത്. അതായത് നമ്മൾ കാര്യങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞു കഴിഞ്ഞു, അതിനെ കൺക്ലൂഡ് ചെയ്യുന്നതാണ് 3ാമത്തെ പാരഗ്രാഫ്. ഇനി നമ്മുടെ മറ്റൊരു ചോദ്യമാണല്ലോ പത്രവാർത്ത എഴുതുക. അപ്പൊ അത് 2-3 ഖണ്ഡികയിൽ പത്രവാർത്ത എഴുതാം. പിന്നെ പത്രവാർത്ത എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ സമയത്തെങ്കിലും നിങ്ങൾ പത്രം വായിക്കുന്ന ആകർഷകമായ ഒരു തലക്കെട്ട് എഴുതണം. അപ്പൊ തൊട്ടടുത്ത പത്രത്തിന് ഹെഡിങ് കൊടുത്തു, താഴെ സ്വന്തം ലേഖകൻ അല്ലെങ്കിൽ പ്രത്യേക ലേഖകൻ എന്ന് എഴുതാം. എന്നിട്ട് ഇടതുവശത്തുനിന്നായി എഴുതാം. അത് ഈ ലേഖകന്റെ കാര്യമൊക്കെ എഴുതുന്ന ഇടതുവശത്താണ്. അപ്പൊ 1ാമത്തെ ഖണ്ഡിക ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരമെന്നോ തൃശ്ശൂരെന്നോ സ്ഥലം പേര് വെച്ചിട്ടാണ് ആ പാരഗ്രാഫ് ആരംഭിക്കേണ്ടത്. അപ്പൊ ആദ്യ ഖണ്ഡികയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം, വായനക്കാരന് സാമാന്യമായിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചൊരു വിവരം കിട്ടണമല്ലോ. അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലുള്ള, നമ്മൾ പത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പാരഗ്രാഫ് എഴുതുക. 2ാമത് നമുക്ക് പറയാനുള്ള കാര്യം ക്രമത്തിൽ എഴുതുന്നു. 3ാമതൊരു ഖണ്ഡിക എഴുതുകയാണെങ്കിൽ 1ാമത്തെ 2ാമത്തെ ഖണ്ഡികയുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതിയാൽ മതി. ഇനി 7-8 ചോദ്യങ്ങൾ പാഠത്തിൽ നിന്നുള്ള ചോദ്യോത്തരമാണ്. 3-ൽ 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി.
ഇത് എഴുതുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇൻട്രഡക്ഷൻ കൃത്യമായി എഴുതിയിരിക്കണം. അത് കഴിഞ്ഞ് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതി തീർക്കാം. അപ്പൊ ചോദ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉത്തരം വരേണ്ടത്. അപ്പൊ ആ ചോദ്യം മനസ്സിലിട്ടുകൊണ്ട് അതിനാവശ്യമായ ഉത്തരം മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക. അരപ്പുറത്തിൽ കൂടേണ്ട ആവശ്യമില്ല, 3 മാർക്കല്ലേ, അരപ്പുറത്തിനുള്ളിൽ നിന്നാൽ മതി. ഇനി 9ാമത്തെ ചോദ്യം ഉപപാഠ പുസ്തകത്തിൽ നിന്നുള്ള നമ്മുടെ ചട്ടമ്പി സ്വാമികളിൽ നിന്നുള്ളതാണ്. അപ്പൊ അതിലും 3 ചോദ്യം ചോദിക്കും, 2 ഉത്തരം എഴുതിയാൽ മതി. ഇൻട്രഡക്ഷൻ നിർബന്ധമായിട്ട് അതിനെഴുതണം. ശേഷം 3-4 വാക്യത്തിൽ ആണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പൊ കഥ അതുപോലെ എഴുതി വെക്കുക എന്നുള്ളതല്ല, ചോദ്യമുണ്ട്, ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന രീതിയിൽ വേണം എഴുതേണ്ടത്. അപ്പൊ നമുക്ക് പലപ്പോഴും സമയം കിട്ടിയില്ല എന്നൊരു കംപ്ലൈന്റ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വാരി വലിച്ചെഴുതുന്നതുകൊണ്ടാണ്. അതിന്റെ ആവശ്യമില്ല. പാഠങ്ങളുടെ ചോദ്യങ്ങൾ കാണുമ്പോൾ അതിന് ചേരുന്ന ഉത്തരം മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു സമയക്രമീകരണവും കൂടെ ഇതിനോടൊപ്പം, ഇതിന്റെ ഇൻട്രഡക്ഷനും ഇതിന്റെ ഇൻസ്ട്രക്ഷനും സമയക്രമീകരണവും കൂടെ വീഡിയോടൊപ്പം ചേർക്കുന്നു. അപ്പൊ അവധാരണ ചോദ്യമാണ് ആദ്യത്തേത്. 15 മാർക്കാണ്. അതിന് 30 മിനിറ്റ് സമയം കൊണ്ട് 15 അതിന് അവധാരണ ചോദ്യം 15 മിനിറ്റ് ഒരെണ്ണത്തിന് എടുക്കുക. അങ്ങനെ 2 എണ്ണം 30 മിനിറ്റുള്ളിൽ തീർക്കുക. വ്യാകരണം 7 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന് 10 മിനിറ്റ് സമയം എടുക്കുക. ടെക്സ്റ്റിലെ MCQവിന് 9 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന് 18 മിനിറ്റ് എടുക്കുക. പ്രയോഗം 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, 5 മിനിറ്റ് കൊണ്ട് അത് എഴുതുക. അങ്കി വാക്യം 2 എണ്ണമാണ് ഉണ്ടാവുക, 4 മിനിറ്റ് കൊണ്ട് അത് എഴുതണം. വാക്യത്തിൽ പ്രയോഗിക്കുന്നത് ഒരു 5 മിനിറ്റ് മതി 2 എണ്ണം എഴുതാൻ. ഉപന്യാസം ഒരെണ്ണം എഴുതാൻ 20 മിനിറ്റ്. അപ്പൊ അതിനപ്പുറം പോരുത്. ഇങ്ങനെ സമയം ക്രമീകരിക്കണം. പത്രവാർത്ത എഴുതാൻ 18 മിനിറ്റ്, കത്ത് എഴുതാനും 18 മിനിറ്റ്, ചോദ്യോത്തരങ്ങൾ 4 എണ്ണം ഉണ്ട്, 25 മിനിറ്റ്, ചട്ടമ്പി സ്വാമികളുടെ ചോദ്യങ്ങൾ 2 എണ്ണം ഉണ്ട്, അതിന് 12 മിനിറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു സമയക്രമീകരണം പാലിച്ചാൽ കൃത്യമായിട്ട് 10-15 മിനിറ്റ് നിങ്ങൾക്ക് 2.5 മണിക്കൂർ കഴിയുന്നുള്ളിൽ ഇത് എഴുതിയത് മുഴുവനും ശരിയാണോ എന്ന് ഓടിച്ചു നോക്കണ്ടേ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ നമ്പർ എഴുതാൻ വിട്ടി പോയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം. അപ്പം ആദ്യമേ നമ്മുടെ നമ്പർ എഴുതുക, പേപ്പറിന്റെ മുകളിൽ നമ്പർ ഇടുക, അത് നമ്മളെ അവസാനം പേപ്പർ സോർട്ട് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ചോദ്യങ്ങളുടെ നമ്പർ കൃത്യമായിട്ട് എഴുതുക. പാർട്ട് എ ആണെങ്കിൽ എ മുഴുവൻ തീർത്തിട്ട് വേണം പാർട്ട് ബിയിലേക്ക് വരാൻ. ഒരിക്കലും 2 പാർട്ടിലെയും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് എഴുതരുത്. പിന്നെ നമ്മൾ എഴുതുന്നത് വൺ വേർഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ആണ്. കൃത്യമായി ആ സമയം ഉപയോഗിക്കുക. ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം പാരഗ്രാഫിലേക്ക് വരിക. അതിപ്പോ ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് പാരഗ്രാഫിൽ ഇവിടെ കിടക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ MCQ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ 15 മിനിറ്റുള്ളിൽ തന്നെ കൃത്യമായി കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ നിങ്ങൾ പാരഗ്രാഫ് വായിക്കാൻ ഒരു 6 മിനിറ്റ് എടുക്കുക. ഓരോ പാരഗ്രാഫിനും 3 മിനിറ്റ് വീതം. അങ്ങനെ അവതരണത്തിൽ 2 ചോദ്യങ്ങൾ 6 മിനിറ്റിൽ നിങ്ങൾ വായിച്ചു തീർക്കുക. കൂൾ ഓഫ് ടൈമിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഉള്ളത് MCQ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനും ചോയ്സസ്, അതായത് 5 എണ്ണം തന്നിട്ട് 3 എണ്ണം എഴുതുക, അങ്ങനെയൊക്കെയുള്ള ചോയ്സ് ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ എഴുതാം, ഏറ്റവും അധികം നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ടൈമായിട്ട് ഈ ഒരു സമയം നമ്മൾ ക്രമീകരിക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും. ഇപ്പൊ എന്റെ ഇൻസ്ട്രക്ഷൻ കൂടെ ഇതിന്റെ ഒപ്പം ചേർക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം. അപ്പൊ ഇനി 1-2 ചോദ്യ പേപ്പറുകൾ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.